ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഉണക്കസ്രാവ് വെച്ചിട്ടൊരു കറിയാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടൊരു കറിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നു നോക്കിയാലോ. അപ്പോൾ മീൻകറിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് മൺചട്ടിയിൽ തയ്യാറാക്കാൻ നോക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ എണ്ണ ഒന്ന് ചൂടായി വരണം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉലുവയെല്ലാം ഒന്ന് പൊട്ടി വരണം. അതിനുശേഷം സബോള ചേർത്ത് കൊടുക്കാം. 2 സബോള എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് സബോള ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സബോളൊക്കെ പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടും. ഈ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവോളയുടെ കളറെല്ലാം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ സബോളൊക്കെ ഒന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു 6 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അധികം എരിവില്ലാത്ത മുളകാണ്. ഇപ്പോൾ നല്ല എരിവുള്ള മുളകാണ് നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം ഉണ്ടാവും, അതൊന്ന് മാറിക്കിട്ടണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. അപ്പോൾ ഒരു വലിയ തക്കാളി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ തക്കാളി ആണെങ്കിൽ 2 ചേർത്ത് കൊടുക്കാം. പിന്നെ അതൊരു വലിയ തക്കാളി ആയത് കാരണം തന്നെ 1 ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിലേക്ക് 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ എരിവ് കുറവായിരിക്കും, കറിക്കൊരു കളറും കിട്ടും. അതിനുശേഷം ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം ഉണ്ടാവും, അതൊന്ന് മാറി കിട്ടുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പുളിയുടെ വെള്ളമാണ്. അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ മുന്നേ പുളി ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മാത്രം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഉണക്കസ്രാവ് ചേർത്ത് കൊടുക്കാം. ഒരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് ഒരു അരമണിക്കൂർ മുന്നേ ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്തെടുത്തതാണ്. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നാളികേരത്തിൻ്റെ പാലാണ്. അപ്പോൾ ഞാനൊരു അരമുറി നാളികേരം ചിരകിയതിൻ്റെ 2ാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. 1ാം പാൽ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. 2ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഈ സ്രാവ് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സ്രാവൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ മൂടി തുറന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് താളിച്ച് ഒഴിക്കണം. അതിനായിട്ട് ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സബോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 സബോളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സബോളക്ക് പകരം ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റിന് കിട്ടും കറിക്ക്. ഇത് നന്നായിട്ടൊന്ന് കളറ് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതാ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ
2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് കറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. ഉണക്കസ്രാവ് കൊണ്ട് ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.